ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്ന സംഗതികൾ എന്തൊക്കെയായിരിക്കുമെന്ന് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും തീ കത്തിയുന്ന വിഷയങ്ങളിലൊന്നാണ് വർഗീയ പ്രചാരണം അല്ലെങ്കിൽ വർഗീയ വിഭജനം പോലെയുള്ള വിഷയങ്ങൾ. പക്ഷെ അതിനുശേഷം CPIM തന്നെ എനിക്ക് തോന്നുന്നു അതിൽ എൻഗേജ് ചെയ്യുന്നത് കുറച്ചൊന്ന് കുറയ്ക്കുകയും ഡെവലപ്മെന്റൽ സംഗതികൾ മാത്രമായി കേന്ദ്രീകരിക്കുകയും ചെയ്തു എന്നതുകൊണ്ട് ഈ വിഷയങ്ങൾ ഇല്ലാതായിട്ടുണ്ടോ? അന്നത്തെ ട്രസ്റ്റ് ഇഷ്യൂവിന്റെ ഭാഗമായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു സെക്ടിന്റെ ആഗമനം വോട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞതാണോ, അതോ തിരിച്ചെടുക്കാൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം വലിയ ചൂണ്ടിക്കാട്ടിയത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ ഓമന പേരിട്ട് വിളിക്കുന്ന പരാമർശങ്ങൾ, പ്രസ്താവനകൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ കാണുന്നേയില്ല. പ്രധാനമായി LDF-ന്റെ പ്രചാരണം പ്രധാനമായും തുടർഭരണം വേണം, ആ തുടർഭരണത്തിന് വികസനം തുടരണമെങ്കിൽ സർക്കാർ തുടരണം എന്നുള്ള ഒറ്റ പോയിന്റിൽ മാത്രമാണ് എന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും ഏതൊക്കെയാണ് ഈ ജനങ്ങളെ ബാധിക്കാനിടയുള്ള, ജനങ്ങൾ ആർക്കോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാനിടയുള്ള പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ എന്നുകൂടി നോക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമുക്കിപ്പോൾ അവിടെ നോക്കിയാൽ കാണാൻ പറ്റും. വർഗീയ ധ്രുവീകരണം എന്ന് പറയുന്ന സംഗതി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. വർഗീയ ധ്രുവീകരണം വെച്ചാൽ എഞ്ചിനീയറിംഗ് നമ്മൾ നേരത്തെ വിളിച്ചല്ലോ, അതിൽ മുസ്ലിം വിദ്വേഷ പ്രചാരകനായി സമീപകാലത്ത് മാറിക്കഴിഞ്ഞിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം SNDP യോഗത്തിന്റെ ഭാഗമാണ് എന്ന സാങ്കേതികത്വം പറഞ്ഞ് അദ്ദേഹത്തെ ആദരിക്കുന്ന നിലയെടുത്തത് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. വെച്ചാൽ ലെഫ്റ്റ് സർക്കിളിനകത്ത് തന്നെ വിമർശിക്കപ്പെട്ടു. കാരണം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗുരുവിന്റെ SNDP യോഗത്തിന്റെ പൊതു താല്പര്യത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളല്ല, അദ്ദേഹത്തിന്റെ മകന്റെയും രാഷ്ട്രീയ സ്വാർത്ഥ താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഡിവിസീവായിട്ടുള്ള വിഭജന സ്വഭാവമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വ്യാജം പറയുന്നു, വിദ്വേഷം പറയുന്നു. അങ്ങനെയാളുടെ വായിൽ സരസ്വതി വിളയാടുകയാണെന്ന് മുഖ്യമന്ത്രി പുകഴ്ത്തി പറയുന്നു. മറ്റൊന്ന് അദ്ദേഹത്തെ കാറിൽ സഞ്ചരിക്കുന്നു. വലിയ ശേഷം ഈ SNDP യോഗത്തിന്റെ ഏറ്റവും സാത്വികനായിട്ടുള്ള നേതാവ് എന്ന മറ്റുള്ള പുകഴ്വാചകങ്ങൾ ചൊരിയുന്നു, അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നു, കൊണ്ടാടുന്നു. അപ്പോൾ വെള്ളാപ്പള്ളിക്കൊപ്പം മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളിയെ ഈ അയ്യപ്പ സംഗമത്തിന് കൊണ്ടുപോയതായിരുന്നു ഒരുപക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷ്വൽ. ഭയങ്കരമാവിധമുള്ള വിമർശനം അത് ഏറ്റുവാങ്ങുകയും ചെയ്തു. CPM-ന് അതിനകത്ത് മര്യാദക്കുള്ള മറുപടി ഇപ്പോഴും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന പ്രശ്നം അവിടെ കിടക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് വർഗീയതയാണോ, അദ്ദേഹം വർഗീയതയുടെ പാതയിലേക്ക് മാറിയോ, BJP-ക്ക് അദ്ദേഹം ഗുണം ചെയ്ത് കൊടുക്കുകയാണോ? ഈ ക്വസ്റ്റ്യൻസിനൊന്നും ഇപ്പോഴും രാഷ്ട്രീയമായ മറുപടി പറയാൻ CPM-ന് കഴിഞ്ഞിട്ടില്ല എന്ന് കിടക്കണം. പബ്ലിക് മെമ്മറിയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മലപ്പുറം ജില്ലയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു പരാമർശമാണ്. അത് ദ ഹിന്ദു ദിനപത്രത്തിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം മലപ്പുറം ജില്ലയിൽ നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന അടിസ്ഥാനരഹിതമായ ആരോപണം ഒരു മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉപയോഗിച്ചാണ്. പിന്നീട് ഹിന്ദു ദിനപത്രത്തിൽ അത് അച്ചടിച്ചു വന്ന ശേഷം പിറ്റേന്ന് വലിയ വിമർശനം വരുന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് താൻ അങ്ങനെ അഭിമുഖം കൊടുത്തിട്ടില്ല എന്നൊരു കുറിപ്പിറക്കി. പക്ഷേ ദ ഹിന്ദു പറഞ്ഞത് എന്തായിരുന്നു? മുഖ്യമന്ത്രിയുടെ ഒപ്പം വന്ന PR ഏജൻസിക്കാർ തയ്യാറാക്കി നൽകിയതാണ്. മുഖ്യമന്ത്രിയുടെ ആരുടേതാണെന്ന ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിച്ചു. ആ PR ഏജൻസിയുടെ തലപ്പത്തുള്ളയാൾ പാർട്ടിയുടെ ഒരു നേതാവിന്റെ മകനാണ്, അയാളെ എനിക്ക് നേരത്തെ അറിയാം എന്ന് പറഞ്ഞ് അതിനെ അക്നോളജ് ചെയ്യുകയും ചെയ്തു. PR ഏജൻസിയുടെ ചുമതലക്കാരൻ മുഖ്യമന്ത്രിയുടെ കൂടെ അഭിമുഖത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. അയാൾ എങ്ങനെ മുഖ്യമന്ത്രിയുടെ കൂടെ വന്നു, അയാൾ ആരാണ്, അയാൾക്ക് എങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞു പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നേരത്തെ പറഞ്ഞ പോലെ ആൻസർ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ മലപ്പുറം ജില്ലക്കെതിരായിട്ടുള്ള പരാമർശം വലിയ തോതിൽ സർക്കാരിനെതിരെ തിരിച്ചടി ഉണ്ടാക്കുകയും ആ മേഖലയിൽ ആകമാനം ഇടതുപക്ഷത്തിന് വോട്ട് നഷ്ടപ്പെടാൻ കാരണമായി മാറി. നമുക്കറിയാം മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ എന്തായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലമെന്ന്. പ്രതിപക്ഷമില്ലാത്ത ജില്ലാ പഞ്ചായത്തായത് മാറി. അപ്പൊ ആ സംഗതിയെ മറികടക്കാൻ ലെഫ്റ്റിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. വെള്ളാപ്പള്ളി ഫാക്ടർ മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കാറിൽ കയറ്റിയ യാത്ര മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മലപ്പുറത്തിനെതിരായിട്ടുള്ള ദ ഹിന്ദു ദിനപത്രത്തിലെ വളരെ വിദ്വേഷ സ്വഭാവമുള്ള അഭിമുഖ വിവാദത്തെ മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ പറയുന്ന ഡെവലപ്മെന്റൽ പ്രോജക്റ്റുകൾ കൊണ്ട് എന്നതാണ്. അപ്പൊ ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയമായി ഉയർന്നു വരും. ഒപ്പം ഈ പറയുന്ന കഴിഞ്ഞ 10 വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പിണറായി വിജയൻ ഭരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിദ്വേഷ പ്രചാരകരുടെ വളർച്ചയാണ്. വിദ്വേഷ പ്രചാരകർ കേവലം വ്യക്തികളല്ല, അതൊരു ബിസിനസ്സായി മാറുകയാണ്. അതുകൊണ്ട് ആളുകൾ ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. എന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാരുള്ള വിദ്വേഷം മാത്രം വിറ്റ് ജീവിക്കുന്നവർ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വിദ്വേഷം കൊണ്ട് പണം ഉണ്ടാക്കുന്നവർ, ഒന്ന് വിദ്വേഷം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നവർ. കേരളത്തിൽ ആർക്കും ഇറങ്ങി വന്ന് പരസ്യമായി മുസ്ലിം ഹേറ്റ് പറയാം, എഴുതി വെക്കാം എന്ന നിലയുണ്ട്. ആയുധങ്ങൾ പോലും പ്രദർശിപ്പിക്കാൻ കഴിയും വിധത്തിൽ. നോക്കൂ, ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട ദിവസത്തിൽ പബ്ലിക്കായിട്ടുള്ള പ്രതികരണങ്ങൾ പാടില്ല എന്ന് പറയുമ്പോൾ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന, ആയുധങ്ങൾ പ്രദർശിപ്പിക്കുന്ന ആളുകളെ കേരളത്തിൽ കണ്ടു. ഒരു നടപടിയും ഉണ്ടായില്ല. ആർക്കെന്ത് വെറുപ്പും പറയാൻ കഴിയുന്നില്ല. ഈ സർക്കാർ തടഞ്ഞില്ല എന്ന പ്രശ്നം അവിടെ ഉണ്ട്. പൂരം കലക്കൽ പോലെയുള്ള വലിയ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്ന് പറയുന്ന ഒരു പുതിയ പ്രതിഭാസം ഉണർന്നു വന്നതും കഴിഞ്ഞ 10 വർഷത്തിനിടെയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാസയുടെ കാര്യം പറയുമ്പോൾ കേരളത്തിലെ ചില പ്രത്യേക സംഘടനകളെ കോർണർ ചെയ്തുകൊണ്ട് ദിനേന എന്നോണം
CPM-ന്റെ നേതാക്കൾ സംസാരിക്കുന്നു, ലേഖനം എഴുതുന്നു, സിദ്ധാന്തങ്ങൾ പറയുന്നു, വീഡിയോകൾ ചെയ്യുന്നു. പക്ഷേ ഈ മധ്യ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ മുസ്ലിം ഹേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സംഘ് പരിവാരം ആസൂത്രിതമായി മെനഞ്ഞു വെച്ചിരിക്കുന്ന കാസക്കെതിരെ എത്ര ലേഖനങ്ങൾ വന്നു, അതിനെതിരെ എത്ര നടപടി വന്നു നോക്കൂ. അതുമായി ബന്ധപ്പെട്ടൊരു വിവാദം പൂഞ്ഞാറിൽ ഉണ്ടായപ്പോൾ എന്താ ഒരു പ്രീസ്റ്റിനെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ കുട്ടികൾ ശ്രമിച്ച് തോന്നിയാസല്ല എന്ന കാസയുടെ നരേറ്റീവ് കേരളത്തിന്റെ ഭരണനായകൻ പറയുന്നത് പോലും നാം കേട്ടു എന്ന് ഓർക്കണം. അപ്പൊ ഇതെല്ലാം കൂടി സർക്കാർ, ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷ ജനാധിപത്യം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സംഘം, അവരത് പാലിക്കുന്നില്ലല്ലോ എന്ന നിരാശയും പാലിക്കുന്നില്ലല്ലോ എന്ന രോഷവും ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ സർക്കാരിനെതിരായിട്ട് വലിയ വികാരം ഉണ്ടായിട്ടുണ്ട്. അതിനെ കവറപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്ന ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. ശരി, സൈലൻസ് കൊണ്ട് കഴിഞ്ഞ 1.5 മാസത്തെ സൈലൻസ് കൊണ്ട് ആ വിഷയം മറപ്പിച്ച് കളയാൻ പബ്ലിക് മെമ്മറിയിൽ ഉള്ള ഒരു കാര്യമാണത്. ആ പബ്ലിക് മെമ്മറി ഇറേസ് ചെയ്ത് കളയാൻ പറ്റുമോ ഡെവലപ്മെന്റൽ പൊളിറ്റിക്സിലൂടെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം.